ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഈ ഒരു റെഡ് വെൽവെറ്റ് ഹാഫ് kg കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരരിപ്പിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ മാവ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും, ഒരു നുള്ളു സോഡാപ്പൊടി, ഒരു നുള്ളു ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം ഞാൻ അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബട്ടർ മിൽക്കിനായി 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു ബൗളിലേക്ക് 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് ചേർത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. സ്ലോയിലാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. വീഡിയോ ഇങ്ങനെ സ്പീഡാക്കി വെച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നല്ല സ്പീഡായിട്ട് തോന്നുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ബട്ടർ മിൽക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആക്കരുത്. നിങ്ങൾക്ക് കേക്കിന് ആവശ്യത്തിനുള്ള കളർ കൊടുക്കാം. അതിന് ഞാൻ ജെൽ കളർ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കളർ ആയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിലേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കുക്കറിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഓരോ ലെയറും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ള അളവെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് വെള്ളവും ഒരു 1/4 കപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കാൻ കണക്കിനാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത് മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്രീമിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് ബാക്കി 2 ലെയറും ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ക്രീമും പിന്നെ അതിൻ്റെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റ്. കേക്കിന് ഞാൻ ഒന്ന് ക്രം കോട്ടിങ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്രീം ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുക. കാരണം നമ്മുടെ കേക്കിൻ്റെ പൊടികളൊന്നും ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പോഴുള്ള ക്രീമിലോട്ടൊന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് ഫൈനൽ കോട്ടിങ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നേരത്തെ ഉപയോഗിച്ചതിലുണ്ടല്ലോ, എന്നുവെച്ചാൽ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വച്ചതിൻ്റെ ബാക്കി വന്ന ക്രീമുണ്ടല്ലോ, അതിൽ ചെറുതായിട്ട് കേക്കിൻ്റെ ക്രംസ് എല്ലാം ഉണ്ട്. ആ ക്രീം തന്നെയാണ് ഞാൻ മുകളിലും സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് ക്രീം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മുകളിലും ആ ഒരു ക്രീം തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കേക്ക് പൊടിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ കേക്കിനെ ഒന്ന് പൊടിച്ച് അരിപ്പയിലിട്ട് അരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തൊന്നാണ് കരുതിയത്, പക്ഷേ അതെനിക്ക് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ക്രീം ഞാൻ ഇതുപോലെ നോസിൽ വെച്ചൊന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. ഈ നോസിലെന്ന് പറഞ്ഞാൽ റോസ് നോസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോൾഡ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ബർത്ത്ഡേ നെയിമും കാര്യങ്ങളെല്ലാം എഴുതുന്നത് ഫോണ്ടനിലാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഫോണ്ടൻ എൻ്റെ കയ്യിലെടുക്കുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും ഫ്ലോപ്പ് ആയിട്ടില്ല, സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ എഡിബിൾ പെൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പേരെഴുതുന്നത്. ഈ കേക്കിന് ഓർഡർ തന്നവർ പ്രത്യേകിച്ച് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് ഡിസൈൻ അവർക്ക് എങ്ങനെ വേണോ ചെയ്ത് ഒരു വിഷയമില്ല. പക്ഷേ അവർ പറഞ്ഞ ഒരേ ഒരു കാര്യമായിരുന്നു, ഈ നമുക്ക് ഫ്രൂട്ടിയുടെ ഒരു ഫോട്ടോയും പിന്നെ 2 മഞ്ചും ആ അങ്കിളിൻ്റെ ഒരു കട്ട് ഓഫ് പോലത്തെ രീതിയിലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് തന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ അവർ തന്നെയാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നതെന്ന് വെച്ചാൽ ഈ അങ്കിളിൻ്റെ ഫോട്ടോ ഒക്കെ അവർ തന്നെയാണ് എഡിറ്റ് ചെയ്ത് തന്നത്. ഞാൻ അതിന് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് അവർ എന്തുദ്ദേശിച്ചാണ് ഈ ഒരു ടീം എനിക്ക് തന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ചെയ്തു വന്നപ്പോൾ മോഡൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്തെന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.